വിജിലൻസിന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ശകാരം. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്താണ് കോടതിയെ ചൊടിപ്പിച്ചത്. ഈ മാസം 12-ന് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകി. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരുന്നു. റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയെന്നായിരുന്നു വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് കോടതി വിജിലൻസിനെ ശകാരിച്ചിരിക്കുന്നത്. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഈ MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഇത് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയതനുസരിച്ചും കൃത്യമായും വിജിലൻസിന് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എന്താണ് കോടതി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? ടോം, MR അജിത് കുമാറിന് ഒരു പരിധിവരെ അനുകൂലമാകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു കാര്യമാണ് കോടതി ഇടപെടലിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മാസം 12-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ ശാസനം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് സർക്കാരിന് കൈമാറുകയും ആ റിപ്പോർട്ട് കോടതിയിലെത്താതിരിക്കുകയും ചെയ്യുന്നു. അജിത് കുമാറിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നത്, അദ്ദേഹം ഇപ്പോൾ 6 പേരുടെ പട്ടിക കേന്ദ്രത്തിന് സംസ്ഥാനം അയച്ചിട്ടുണ്ട്. അടുത്ത പോലീസ് മേധാവി ആകുന്നവരുടെ പട്ടികയാണ്, ആകാൻ യോഗ്യരായവരുടെ പട്ടികയാണ്. അതിൽ അജിത് കുമാറിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിജിലൻസ് കേസ് ഇങ്ങനെ നിലനിന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. വിജിലൻസ് കേസ് നിലനിൽക്കുകയാണെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് പോലീസ് മേധാവിയാകാൻ കഴിയില്ല. അദ്ദേഹം ആകുമെന്ന ഉറപ്പില്ല. വളരെ ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയാകാൻ. കാരണം ഈ 6 പേരിൽ തന്നെ ഏറ്റവും ജൂനിയറായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ വരാനുള്ളൊരു സാധ്യത കുറവാണ്. എങ്കിൽ തന്നെയും ഒരു നേരിയ പ്രതീക്ഷയെങ്കിലും വെച്ചു പുലർത്തണമെങ്കിൽ ഈ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ എത്തുകയും കോടതി അത് അംഗീകരിക്കുകയും വേണം. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് നേരത്തെ PV അൻവർ ഉന്നയിച്ച കുറെ അധികം ആരോപണങ്ങളുണ്ട്. ഇക്കാര്യങ്ങളടക്കമാണ് വിജിലൻസ് പരിശോധിച്ചത്. ഈ ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു, അതായത് കവടിയാറിലെ വീട് നിർമ്മാണം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമില്ല, അങ്ങനെ ഏതെങ്കിലും വരുമാനം ഉണ്ടാക്കിയതായി തെളിവില്ല, അതോടൊപ്പം തന്നെ മരമുറിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടില്ല, അങ്ങനെ സ്വത്ത് സമ്പാദനത്തിൽ ഏതെങ്കിലും വഴിവിട്ട മാർഗത്തിലൂടെ അജിത് കുമാർ സഞ്ചരിച്ചിട്ടില്ല. വായ്പയെടുത്താണ് വീട് വയ്ക്കാനുള്ള പണം കണ്ടെത്തിയതെന്ന് അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അതെല്ലാം തന്നെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. ഇത് സർക്കാരിന് നൽകിയ അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് വിജിലൻസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിലേക്ക് എത്തുന്നില്ല. അത് എന്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യം കൂടി ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. കാരണം ടോമിൻ ജെ തച്ചങ്കരി നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിയാകും എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. കാരണം അന്ന് ഇടതു സർക്കാരുമായി വളരെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അന്ന് സുദേശ് കുമാർ വിജിലൻസ് മേധാവിയായിരുന്നു. സുദേശ് കുമാർ ഒരു അന്വേഷണം നീട്ടിക്കൊണ്ടുപോവുകയും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടൊരു പരാതിയും അന്വേഷണവുമാണ് തച്ചങ്കരിക്കെതിരെ ഉണ്ടായിരുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാധ്യത ഇല്ലാതായി പോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഏതായിരുന്നാലും അജിത് കുമാറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ മറ്റ് കാര്യങ്ങൾ അജിത് കുമാറിനെതിരെയുള്ള നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി K രാജൻ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ വീണ്ടും അജിത് കുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള മൊഴി തന്നെയാണ് അദ്ദേഹം നൽകിയിരുന്നത്. തുടർച്ചയായി ഈ പൂരം അലങ്കോലപ്പെടുമെന്ന സാഹചര്യത്തിൽ തുടർച്ചയായി വിളിച്ചെങ്കിലും ഔദ്യോഗിക ഫോണോ സ്വകാര്യ ഫോണോ എടുക്കാൻ അജിത് കുമാർ കൂട്ടാക്കിയില്ല എന്ന കാര്യമടക്കമുള്ള വിഷയങ്ങൾ ഒരു വശത്ത് രാഷ്ട്രീയമായി നിലനിൽക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ സർവീസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വിജിലൻസ് കേസ്. ഏതായിരുന്നാലും അത് കോടതിയിൽ സമർപ്പിക്കാതെ എന്തുകൊണ്ട് വിജിലൻസ് സംഘം നീട്ടിക്കൊണ്ടു പോകുന്നു എന്നൊരു ചോദ്യം കൂടി നേരത്തെ ഉയർന്നു വന്നിരുന്നു. സർക്കാർ അത് വഹിക്കുകയാണോ, അല്ലെങ്കിൽ അജിത് കുമാറിനെ ഒപ്പം നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ റിപ്പോർട്ട് കോടതിയിലെത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ആ ഒരു സാഹചര്യത്തിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത്. 12-ന് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന നിർദ്ദേശമാണ് കോടതി വിജിലൻസിന് നൽകിയിട്ടുള്ളത്. വ്യക്തമാണ്. വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിന്